നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മംദാനി ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ച. നിയുക്ത ന്യൂയോർക്ക് മേയർ. നമുക്കെല്ലാവർക്കും അറിയാം അവർ രണ്ടു തമ്മിലുള്ള അസ്വരസ്യങ്ങൾ പ്രചരണ കാലഘട്ടത്തിൽ ട്രംപിനെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ട് മംദാനി വിളിച്ചു. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞു ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഇവനെ തലമൊട്ടയടിച്ച് ഇവനെ പുറത്തു ഓടിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഇന്ന് നവംബർ 21 വൈറ്റ് ഹൗസിൽ കണ്ടുമുട്ടിയപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നത് ഫയർ വർക്സ് വെടിപൊട്ടും. സെലൻസ്കിയും ട്രംപും മീറ്റ് ചെയ്തപ്പോൾ നീ അങ്ങനെ വെടിപൊട്ടിച്ച് രണ്ടടി കൊടുത്ത് ഇറക്കി വിടുമെന്നൊക്കെയാണ് ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ ട്രംപിനെ തറ പറ്റിക്കുമെന്ന് മീഡിയ പറയുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്ത് സംഭവിച്ചു? അവസാനം സംഭവിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, രണ്ടുപേരും മധുരമായി സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്ത് ട്രംപിന്റെ സെയിം സംസാരം, യു ആർ എ ഗ്രേറ്റ് ഗായ്. ട്രംപ് നാളെ ഡെവിളിനെ പോയി കണ്ടാലും പിശാചിനെ പോയി കണ്ടാലും പറയും, നീ ഒരു നല്ലവനാണ്, യു ലുക്ക് വെരി ഗുഡ് ഗായ്, യു ലുക്ക് സ്മാർട്ട്, ഐ ലൈക്ക് യു. അതുപോലെ തന്നെ രണ്ടുപേരും കൈ കൊടുത്ത് പിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പുറകിലെ കാരണം? പറയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാക്കി പറയട്ടെ, മുഖവരൊന്നുമില്ല. ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം മംദാനി വളരെ പോപ്പുലർ ആണ്. ഓക്കെ, ന്യൂയോർക്ക് ഏരിയയിൽ വളരെ വളരെ പോപ്പുലർ ആണ്. യങ്സ്റ്റേഴ്സിന്റെയും ട്രംപിന്റെ വോട്ട് ബേസ് പോലും, അതായത് മാഗ എന്ന് പറയുന്ന വൈറ്റ് പോലും ട്രംപിന് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി, സെക്യൂരിറ്റിയും. ഞാൻ ന്യൂയോർക്കിൽ അടുത്ത് താമസിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിൽ പോകാൻ ഞാൻ താല്പര്യപ്പെടാറില്ല ആ സമയങ്ങളിൽ. കാരണം സേഫ്റ്റി വളരെ ഭയങ്കര കൺസേൺ ആണ്. ട്രംപിന്റെ പോളിസി വളരെ സിമ്പിൾ ആണ്. നീ ന്യൂയോർക്കിനെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പണം തരും. ഒരു കാര്യം വ്യക്തമാക്കിയോ, ട്രംപിന്റെ പാർട്ടി റിപ്പബ്ലിക്കൻസ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സംഭവമൊന്നുമല്ല. ഓക്കെ, അവർ കേരളം പോലെയാണ്. അത് BJPക്ക് കേന്ദ്രത്തിൽ ഭരിക്കണമെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യകത ഇല്ല. 20 സീറ്റേ ഉള്ളൂ. സംഭവമൊന്നുമില്ല. അമേരിക്ക ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് 7 സ്വിംഗ് സ്റ്റേറ്റ്സ് കേട്ട് കാണുമായിരിക്കും. വിസ്കോൺസിൻ, പെൻസിൽവേനിയ, നവാഡ, അരിസോണ, പിന്നെ വേറെ 2-3 സ്റ്റേറ്റുകൾ. ഈ 7 സ്റ്റേറ്റ് തീരുമാനിക്കും ആര് വൈറ്റ് ഹൗസിൽ ഭരിക്കണമെന്ന്. അല്ലാതെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ന്യൂയോർക്ക് സംസ്ഥാനം ഡെമോക്രാറ്റ് സംസ്ഥാനമാണ്. ഓക്കെ, ട്രംപ് എന്ന് പറയുന്നത് ഹോൾ ടൂർ അമേരിക്കയ്ക്ക് വേണ്ടി, അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക, അതാരായാലും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമൊന്നുമില്ല. ആരായാലും ഡെമോക്രാറ്റ് ആയാലും റിപ്പബ്ലിക്കൻസ് ആയാലും അമേരിക്ക ഈസ് ഗ്രോയിങ്. അദ്ദേഹം വളരെ സന്തോഷവാനാണ്. അപ്പൊ നാളെ ന്യൂയോർക്കിന്റെ അഫോർഡബിലിറ്റി, സെക്യൂരിറ്റി ഈ പറയുന്ന ചെറുപ്പക്കാരൻ ആ ഒരു ഏരിയയിൽ കവർ ചെയ്യുകയാണ്. അവിടെ സെക്യൂരിറ്റിയും അഫോർഡബിലിറ്റിയും കൊണ്ടുവരികയാണെങ്കിൽ ട്രംപ് സപ്പോർട്ട് ചെയ്യും. ട്രംപിന് യാതൊരു മടിയും. ട്രംപ് വളരെ സ്മാർട്ടാണ്. ട്രംപിന് അറിയാം ഈ പറയുന്ന വൈറ്റ് ഹൗസിൽ ഇവനെ വിളിച്ചിരുത്തി ഇവനെ ശകാരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ട്രംപിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. കാരണം ന്യൂയോർക്കിൽ നല്ല സപ്പോർട്ട്. മംദാനിയും വളരെ സ്മാർട്ടാണ്. മംദാനി ജയിച്ച് പിറ്റത്തെ ആഴ്ച അവിടെ പോകണമെങ്കിൽ അവനറിയാം. കാരണം അവന് ശ്രമിക്കണം, അവന് പോയേ പറ്റൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവനെ വോട്ട് ബേസിന് ഹാപ്പി ആക്കണം. അവിടെ ചെന്നുകൊണ്ട് ട്രംപിന് കാണുക, സംസാരിക്കുക, ചിരിക്കുക. ആ ഒരു മെസ്സേജ് അവൻ പാസ് ചെയ്യുന്നത് ഐ ഡിഡ്, ഞാൻ ശ്രമിച്ചു. നാളെ എൻ്റെ ഫണ്ട്, അതായത് ഒരു നഗരം, ഒരു മേയർ, ആ നഗരത്തിന്റെ ഫണ്ടിന്റെ, നഗരത്തിന് വേണ്ട ബഡ്ജറ്റിന്റെ 25% ഫെഡറൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് കൊടുക്കേണ്ടത്. 75% ഓഫ് എക്സ്പെൻസ്, അത് 50,000 കോടിയാണ് അവരുടെ ആനുവൽ ബഡ്ജറ്റെങ്കിൽ അതിന്റെ 75% അവർ കണ്ടെത്തേണ്ടത് ലോക്കലിയാണ്. ടാക്സ് ആയാലും ഇൻകം ടാക്സ് ആയാലും കടകടന്നുള്ള വരുമാനമായാലും പല വരുമാനം കണ്ടെത്തിയേ പറ്റൂ. ബാക്കി 25% കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരായിട്ട് ട്രംപാണ്. അപ്പൊ അതുകൊണ്ട് അവന് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രചരണ കാലഘട്ടത്തിൽ പല പല വാഗ്ദാനം കൊടുക്കും. ഫ്രീ ബസ്, ഫ്രീ താമസം, ഫ്രീ അതൊന്നും പ്രാവർത്തികമാകാൻ പോകില്ല എന്ന് ട്രംപിനും അറിയാം, ഇവനും അറിയാം. അതിപ്പോ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയും. ട്രംപിന് അറിയാം ഈ പറയുന്ന പരിപാടിക്ക് ഞാൻ പണം കൊടുക്കില്ല. ഫ്രീ ഗ്രോസറി, ഫ്രീ റെന്റ്, ഇതൊന്നുമില്ല. ട്രംപിന്റെ ഫണ്ട് 25% ഫെഡറൽ ഫണ്ട് ട്രംപ് കൊടുക്കാൻ പോകുന്നത് അവിടുത്തെ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമേ ആയിരിക്കും. അത് ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. മംദാനി പോയിരിക്കുന്നത് കാണിക്കാൻ. മംദാനി കാണിച്ചേ പറ്റൂ. ഐ ഡിഡ്, ഞാൻ ചെന്നു, സംസാരിച്ചു. നാളെ ഫണ്ട് കൊടുത്തില്ലെങ്കിൽ എന്റെ കുഴപ്പമല്ല, ഐ ഡിഡ്. തീർച്ചയായിട്ടും മിടുമിടുക്കനാണ്. ട്രംപിന് ഒരുപാട് എന്താ പറയുന്ന, മംദാനി ഇഷ്ടപ്പെട്ടു. നല്ലവനാണ്, മിടുക്കനാണ്, ചെറുപ്പക്കാരനാണ്. ട്രംപിന് അറിയാം പോപ്പുലർ ആണ്. ട്രംപിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ന്യൂയോർക്കിൽ. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ന്യൂയോർക്ക് ശാന്തമാണ്, ന്യൂയോർക്ക് ശുദ്ധമാണ്, ന്യൂയോർക്കിൽ സേഫ് ആണെങ്കിൽ ഈ ട്രംപിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിൽ കുതിച്ചു വരും. ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു ബൈ കണക്ഷൻസ് ആണ്. അതായത് മംദാനിക്ക് പണം വേണം,
ട്രംപിന് അമേരിക്ക ഗ്രേറ്റ് ആകണം, സ്വയം ഗ്രേറ്റ് ആവണം, സ്വയം ബിസിനസ് മുന്നോട്ട് പോകണം. അതിനു വേണ്ടി ഒരു മുന്നോട്ട് പോക്ക്. അതല്ലാതെ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അവനെ വിളിച്ചുകൊണ്ട് ശകാരിക്കുന്നതല്ല. ഇത് അവരുടെ ഒരു പരിപാടിയാണ്. അവര് പരസ്യം മുന്നോട്ട് പോയി. ഇവിടെ ഇവിടെ കാണേണ്ട സംഭവം എന്ന് പറയുന്നത് ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാത്തിനെയും വിമർശിക്കാതെ ഒരുമിച്ച് പോകേണ്ട ഘട്ടങ്ങൾ ഒരുമിച്ച് പോവുക. കൺട്രി ഫസ്റ്റ്. രാജ്യം എപ്പോഴും മുന്നോട്ടായിരിക്കണം. അതല്ലാതെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുമില്ല, അല്ലെങ്കിൽ 10 വോട്ടിന് പേരുകളിൽ കേന്ദ്ര സർക്കാരുമായി ഉടക്കിക്കൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താ? ഫണ്ട് കിട്ടില്ല. ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതി ഭാരം ഉയരും. ഇപ്പൊ ന്യൂയോർക്കില് ഇപ്പൊ മംദാനി നാളെ വന്ന് പറയുകയാണ്, ഞാൻ ട്രംപിനെ കാണില്ല, ട്രംപുമായി ഞാൻ ഒരു സന്ധിക്കില്ല, അദ്ദേഹം ഒരു ഫാസിസ്റ്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ ഫണ്ട് കിട്ടില്ല. ഫണ്ട് കിട്ടണം, എന്ത് സംഭവിക്കാൻ പോകുന്നു? അവിടുത്തെ പ്രവർത്തനങ്ങൾ അവതാളമാകും. വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് ഇന്ത്യ സംഭവിക്കുന്നത്. ഇപ്പൊ കേജ്രിവാൾ ആയാലും കേരളമായാലും അതായാലും ഇതായാലും സമയം ഞങ്ങൾ മോഡി ഒരു പദ്ധതിയുമായിട്ട് എടുക്കില്ല. പല PM ശ്രീ കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ഫണ്ടുകളാ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. സംഭവിക്കുന്ന അപ്പൊ എന്താ? ആ സംസ്ഥാനം വികസനത്തിൽ പുറകോട്ട് പോകും. ഒരു സംസ്ഥാനം അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബായ് ബന്ധം ഉണ്ടായേ പറ്റൂ. അവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്, വികസനം മാത്രം. ഇതാണ് അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ആയിരിക്കുന്നത്. കാരണം ഇവിടെ രാഷ്ട്രീയക്കാർക്ക് അമേരിക്ക രാജ്യമാണ് ഇമ്പോർട്ടന്റ്. അഴിമതി ഇല്ല അത് ഞാൻ പറയുന്നില്ല, പക്ഷെ അഴിമതി ഉണ്ടെങ്കിൽ പോലും അവരുടെ രാജ്യം മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ന്യൂയോർക്കിലെ ഒരു സംസ്ഥാനത്തിന്റെ മേയർ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസ് ഒന്നുമല്ല. ആരാണ് മംദാനി? ഡസൻ കെയർ അബൌട്ട് ഇറ്റ്. അവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, അളിക്കൂത്ത്. ന്യൂയോർക്കിലെ അളിക്കൂത്തിനെ ഒഴിവാക്കാൻ മംദാനിക്ക് പറ്റുമോ എങ്കിൽ പൂർണ്ണമായിട്ടും ട്രംപ് സപ്പോർട്ട് ചെയ്യും. അതല്ല ഈ പറയുന്ന അവൻ അളിക്കൂത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന്റെ പ്രോമിസുകളൊന്നും നിറവേറ്റാൻ സാധിക്കുന്നില്ല, അളിക്കൂത്ത് ഭരണമാണെങ്കിൽ മംദാനിക്ക് അറിയാം, ഇനി മംദാനി ചെറുപ്പമാണ്, 34 വയസ്സേ ഉള്ളൂ, ഇനിയും മേയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. രാഷ്ട്രീയ അഭിലാഷങ്ങൾ ഒരുപാടാണ്. ഒരുപക്ഷെ മേയർ ആവാം, ഗവർണർ ആകാം, സെനറ്റർ ആവാം, അങ്ങനെ കയറി പോകാം. പ്രായം വളരെ ചെറുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് മംദാനിക്ക് അറിയാം, ആദ്യ ടേമിൽ തന്നെ അലമ്പുണ്ടാക്കി ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ 4 കൊല്ലം ഭരിച്ചിറങ്ങി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നതിന് പകരമാണ് ട്രംപുമായി സന്ധി ഉണ്ടാക്കുക, കിട്ടുന്ന ഫണ്ട് വാങ്ങുക, പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പറഞ്ഞൊരു 20 അല്ലെങ്കിൽ 40% കാര്യം ചെയ്തിട്ട് അടുത്ത 4 വർഷം വീണ്ടും ജനങ്ങളെ ഫേസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, ഞാൻ കൊണ്ടുവന്നു, ചെയ്തു, എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഫണ്ട് ഇല്ലാതെ പോയി. എന്നാൽ പോലും ന്യൂയോർക്കിന് ബെറ്റർ പ്ലേസ് ആക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മംദാനി സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ടകളെ ഒരു കാരണവശാലും ഈ പറഞ്ഞ ട്രംപിനെ പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യില്ല. കുനിച്ചീർത്തിയർക്ക് പുറത്താക്കും. അതുകൊണ്ട് ഇത് വെള്ളക്കാർ രാജ്യമാണ്, അവർക്കറിയാം ഇത് വളരെ വ്യക്തമാക്കി എവിടെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നതാണ്, അതായത് രണ്ടുപേർക്കും രാഷ്ട്രീയ അഭിലാഷങ്ങളുണ്ട്. മംദാനിക്ക് ഇനിയും ഭരിക്കണം, ട്രംപിന് ഈ രാജ്യത്തേക്ക് നന്നാക്കണം, അല്ലെങ്കിൽ സേഫ് ആകണം, സ്വന്തം അജണ്ട ഉണ്ടായിരിക്കണം. ഇങ്ങനെയായിരിക്കും രാഷ്ട്രീയക്കാര് രാജ്യം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അല്ല ജനങ്ങളുടെ താല്പര്യം മുന്നോട്ട് വെക്കണം.